തെരഞ്ഞെടുപ്പ് ഫലത്തിന് കാതോർക്കുമ്പോൾ ഏറെ ആത്മവിശ്വാസത്തിലാണ് മുന്നണികൾ. തൃശൂർ ജില്ലയിൽ പോളിംഗ് ശതമാനം വർദ്ധിച്ചത് അനുകൂലമാകുമെന്നാണ് മുന്നണികളുടെ കണക്കുകൂട്ടൽ. 72.52% ജില്ലയിലെ പോളിംഗ്. പോളിംഗിലെ ഉയർച്ച തിരഞ്ഞെടുപ്പ് പ്രചാരണ വീറിന്റെ തുടർച്ചയായാണ് മുന്നണികളുടെ കണക്കുകൂട്ടൽ. തൃശൂരിൽ പലയിടങ്ങളിലും ശക്തമായ ത്രികോണ മത്സരത്തിനാണ് വേദിയായത്. മിക്കയിടത്തെയും ചിത്രം പ്രവചനങ്ങൾക്ക് അപ്പുറമാണ്. ഉയർന്ന പോളിംഗ് ശതമാനമുള്ള പുതുക്കാടും നാട്ടികയിലും കുന്നംകുളത്തും ത്രികോണ മത്സരത്തിന്റെ വീറ് പ്രകടമായിരുന്നു. ചേലക്കരയിലും വടക്കാഞ്ചേരിയിലും ഇരിങ്ങാലക്കുടയിലും അടിയൊഴുക്കുകൾ ഉണ്ടായിട്ടുണ്ടെന്ന വിലയിരുത്തലിലാണ് UDF കേന്ദ്രങ്ങൾ. പ്രതീക്ഷിച്ച ലീഡ് ലഭിച്ചില്ലെങ്കിലും വിജയമുണ്ടാകുമെന്നാണ് കണക്കുകൂട്ടൽ. ഒല്ലൂരും കൊടുങ്ങല്ലൂരും മണലൂരും നേരിയ ഭൂരിപക്ഷത്തിൽ അട്ടിമറിക്കപ്പെടുമെന്ന് ഇടതുമുന്നണി കരുതുമ്പോൾ കുന്നംകുളത്തും പുതുക്കാടും BJP വോട്ടുകളാകും വിധി നിർണ്ണയിക്കുക. പത്മജ വേണുഗോപാലിന്റെയും VS സുനിൽകുമാറിന്റെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായ തൃശൂർ മണ്ഡലത്തിൽ പോളിംഗ് കനത്തതായിരുന്നില്ല. ആയതിനാൽ ആർക്കനുകൂലമാകും മണ്ഡലത്തിന്റെ കാറ്റെന്ന വിലയിരുത്തലിലേക്ക് മുന്നണികൾ എത്തിയിട്ടില്ല. തീരദേശ മേഖലയിലെ BDJSന്റെ സാന്നിധ്യം അലോസരപ്പെടുന്നുണ്ടെങ്കിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകില്ലെന്ന വിലയിരുത്തലിലാണ് LDFും UDFും. 13-ൽ 10 സീറ്റുകൾ നേടും. 8 സീറ്റുകൾ നേടി ഭരണ തുടർച്ച ഉറപ്പാക്കും. ജില്ലയിൽ ആദ്യമായി അക്കൗണ്ട് തുറക്കും. ഇങ്ങനെ നീളുന്നു രാഷ്ട്രീയ പാർട്ടികളുടെ അവകാശവാദങ്ങൾ. സ്വപ്നത്തിനും യാഥാർത്ഥ്യത്തിനുമിടയിൽ ഒരു രാത്രിയും ഒരു പകലും. ക്യാമറമാൻ ഷഹീർ ഗുരുവായൂരിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ, തൃശൂർ.